ധന്യമീ ജീവിതത്തിൽ പൊതുവെ പ്രാവർത്തികമായ കാര്യങ്ങൾ മാത്രമാണ് പറയാറ്. നമുക്ക് പ്രാവർത്തികമാക്കാൻ ഒട്ടും പറ്റാത്ത കാര്യം വെറുതെ പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല. പണ്ടത്തെ പുരാണങ്ങളിൽ അസുരന്മാർ വന്നപ്പോൾ ആയുധമെടുത്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, അതുകൊണ്ട് അസുരനെ കൊന്നു എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് സാധാരണഗതിയിൽ നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാകില്ല. നമ്മുടെ മനസ്സിനകത്ത് ഒരു ശരാശരി യുക്തിയുണ്ടല്ലോ, ആ ശരാശരി യുക്തിയും തത്വചിന്തയുമായി ചേർന്ന് പോകണം. തത്വചിന്താപരമായ രചനകൾ നടത്തുന്ന കഥാകാരൻ എന്നാണ് എന്നെക്കുറിച്ച് എല്ലാവരും എഴുതുന്നതാണ്. എത്രയോ കൊല്ലമായിട്ട് കേൾക്കുക. ഇവിടെ തത്വചിന്ത എന്ന് പറഞ്ഞാൽ വേദാന്തം പറയാന്നല്ല, ദഹിക്കാത്ത വേദാന്തം പറയാന്നല്ല, ജീവിതത്തെക്കുറിച്ചൊരു നിരീക്ഷണം ഉണ്ടാവുക എന്നാണ്. ഇന്ന് എല്ലാവരും പോകാൻ മടിക്കുന്നൊരു സ്ഥലം ഏതാണ്? അയ്യോ, പോലീസ് സ്റ്റേഷനിൽ കയറാൻ നിർത്തിയില്ല. ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് ആരും ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. 2 കോടതിയിലേക്ക് ഞാനില്ല. വ്യക്തിപരമായുള്ള കാര്യം പറയട്ടെ, ഏറ്റവും ഭയപ്പെടുന്നത് കോടതിയെ ആണ്. അതിൻ്റെ കാരണം അവിടെ ശിക്ഷ കിട്ടുമെന്നല്ല, നമ്മുടെ ലൈഫ് പോയി. അതായിട്ട് കെട്ടിക്കുത്തി എത്ര കൊല്ലം കഴിഞ്ഞാൽ അതിനൊരു മോചനം ഒന്നുമില്ല. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പേരിൽ സുഹൃത്ത് എവിടെയോ മാനാഞ്ചിറ മൈതാനത്ത് പ്രസംഗിച്ചപ്പോൾ ഒരാൾക്ക് അപമാനമായൊരു കേസ് കൊടുത്തിട്ട് എറണാകുളത്തേക്ക് പോയിട്ട് മതിയായി. അദ്ദേഹം മരിക്കുന്നതിൽ 1 മാസം മുമ്പ് പറഞ്ഞു, അയ്യോ ആശ്വാസമായി, അത് തീർന്നു കിട്ടിയല്ലോ എന്ന്. തടി കഴിച്ചിലാക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാണെന്നുള്ള അർത്ഥത്തിലാണ്. നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഇല്ലിമുള്ളോ എന്തെങ്കിലും ഒന്ന് നമ്മുടെ ഷർട്ടുമിലോ സാരിയുമിലോ ഒന്ന് കൊളുത്തിയാൽ പിന്നെ എത്ര നേരം നിന്നാലും പോരില്ല. അമ്മൂട്ടി എടുത്തിയാ വരികയല്ലേ, അതാ വരുന്നു. എത്ര നേരമായി നിൽക്കുന്നു? കാരണം കടമ്പ കടന്ന ഉടനെ ഇല്ലിമുള്ള് സാരിയിലോ വെച്ചിലോ ചുറ്റിയാൽ രക്ഷപ്പെടാൻ പറ്റുമോ? പ്രശ്നം അതൊക്കെ ഇഷ്ടപ്പെടുന്നവരുമില്ലേ? ഉണ്ട്. ഇപ്പം ഏതായിരുന്നാലും ശരി 30 ക്രിമിനൽ കേസുണ്ട്. തന്നെ ഞാൻ ഇപ്പം 2 പൂശു, അത് 31 വിരോധമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. എന്നിട്ട് ലോകത്ത് കേസ് നടത്തുകയും പോലീസ് സ്റ്റേഷനിൽ പോവുകയും ചെയ്യുന്നില്ലേ? കഥയിലെ നായകൻ എപ്പോഴും കോടതിയുടെ മുമ്പിലും പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലും കാണാം. അപ്പം അയാളെ എല്ലാവരും തെറ്റിദ്ധരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊക്കെ ഒരു സന്തോഷം കാണുന്ന ആളാണ്. അതുകൊണ്ടാണല്ലോ ഇയാൾ ഈ കോടതിയുടെ മുമ്പിൽ വെക്കുന്നതും പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെക്കുന്നതും. അങ്ങനെ സന്തോഷമുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞു. ഇയാൾ അങ്ങനെയല്ല, വളരെ ഹാപ്പിയാണ്. അതെന്താ നിങ്ങൾ ഇങ്ങനെ ഹാപ്പി ആവാൻ കാരണം? ഞാൻ ഒന്നുമായിട്ടും ബന്ധിപ്പിച്ചിട്ടില്ല. പല കാര്യത്തിനും സാക്ഷി മാത്രമാണ് ഞാൻ. സാക്ഷിക്ക് ശിക്ഷയുണ്ടോ? സാക്ഷിക്ക് ടെൻഷൻ ഉണ്ടോ? തക്ക സമയത്ത് സാക്ഷിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ പോയി പണിയാക്കാൻ പറയും. നിങ്ങൾക്കുള്ള ആവശ്യം വേണമെങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയിക്കോളി. സാക്ഷി ഇതൊന്നും ഒന്നും ബാധകമല്ല. അത് മറ്റൊന്നാണ്. ജീവിതത്തിൽ നമുക്ക് എന്തുകൊണ്ട് സാക്ഷിയായി കൂടാ? ഇപ്പോഴത്തെ ജീവിതം നമ്മൾ ഇതിനൊക്കെ ഒരു സാക്ഷിയാണ്. അവസാനം ഒരു വിളി വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് സ്ഥലം വിടും.
അപ്പൊ ഇപ്പോഴതോ സാക്ഷി എൻ്റെ വീട്, അങ്ങനെ ഒരു വീടുണ്ടോ? 50 കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ വീട് എന്ന് പറയുന്നതിൽ ആരായിരിക്കും അവിടെ താമസിക്കുക? 50 കൊല്ലം ഞാൻ കുറച്ച് വെറുതെ പറഞ്ഞാൽ, നീട്ടി പറഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞാൽ തന്നെ പോയില്ലേ? ഒരാളുടെ വീട്ടിലെ കല്യാണത്തിന് പോയി, നിങ്ങൾ പണ്ട് വിറ്റ വീടിൻ്റെ അപ്പുറത്ത് നല്ല ആരൊക്കെ എന്നോ ഞാൻ മറന്നില്ലേ, ഒക്കെ മറന്നിരിക്കുള്ളൂ. അയാൾ വീട് വിറ്റ കാര്യമൊക്കെ. അയാളിപ്പോൾ വേറെ വീട് വെച്ചപ്പോൾ ഇത് വിറ്റു. എപ്പോ ഒരു കാര്യത്തെ സാക്ഷിഭാവത്തിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ പ്രയാസം കുറയും. സാക്ഷിയാ. എന്താ അവിടെ ആള് കൂടിയിരിക്കണ്? അവിടെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. ആരാ സംവിധായകൻ? നമ്മുടെ വേണ്ടപ്പെട്ട പരിചയക്കാരനാണ്. അപ്പൊ അങ്ങോട്ട് കയറി ചെന്നു നോക്കിയ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? അത് ഞാൻ ഇതിൻ്റെ അപ്പുറത്താണ് താമസിക്കുന്നത്. അച്ഛനെ വിളിച്ചൊരു കസേര ഇട്ട് കൊടുത്തു. ആ കസേരയിലിരിക്കുന്ന വ്യക്തിക്ക് ആ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഈ മോണിറ്ററിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. ഒന്ന് പിഴച്ചാൽ അബദ്ധമായി. ആർട്ടിസ്റ്റ് ഉത്തരവാദിത്വമുണ്ട്. അടുത്ത ഡയലോഗ് എന്താ എന്നാന്ന് പറയാം. അയാൾ കഷ്ടപ്പെട്ടിട്ട് ഈ ഡയലോഗ് പഠിച്ചിട്ട് ഓക്കെ പറയുമ്പോൾ ഈ ഡയലോഗ് പറയണ്ടേ? അങ്ങനെ എല്ലാം ഒക്കെ ലൈറ്റ് റെഡിയായോ? അത് റെഡിയായോ? 25 കാര്യം ഉണ്ട്. ആ ലൈറ്റ് നോക്കുന്ന ലൈറ്റ് ബോയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇത് ഈ പടം എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ള ടെൻഷൻ പ്രൊഡ്യൂസറെ വിളിക്കുന്നുണ്ട്, പ്രൊഡ്യൂസറുടെ തലയിലുണ്ട്. നായിക അപ്പുറത്ത് വെക്കുന്നുണ്ട്. എപ്പോഴാണ് ഇവിടുന്ന് ആക്ഷൻ കാണിക്കുമ്പോൾ ഞാൻ നടന്നു വരണമല്ലോ. സാക്ഷിക്ക് ഒരു പ്രോബ്ലം ഇല്ല. ഇവിടെ എന്തായാലും വേണ്ടില്ല. ഇത്രയും റെഡിയായി നിൽക്കുന്ന സമയത്ത് ചില സംവിധായകർക്കൊരു ദുശ്ശീലമുണ്ട്. അത് ഞാൻ അനുഭവസ്ഥനാണ്. എങ്ങനെങ്കിലൊക്കെ ഈ ഡയലോഗ് പറഞ്ഞാൽ മരിച്ചിട്ട് എല്ലാവരൊക്കെ റെഡിയായി നിൽക്കുന്ന സമയത്ത് സംവിധായകൻ മൊബൈൽ ഫോൺ എടുക്കും, എന്നിട്ട് വിളിക്കും, ഹലോ മുരളിയല്ലേ, ഈ ഇപ്പോൾ എവിടെ? അയ്യോ ഞാൻ ഇപ്പം അങ്ങനെ കോതമംഗലത്താണ്. കണ്ടിട്ട് 10-20 കൊല്ലമായല്ലോ, ഇപ്പം എന്താ ചെയ്യണം? 10-20 കൊല്ലമായിട്ട് കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരാളെ വിളിക്കാൻ പറ്റുന്ന സമയമാണ്. ഇതൊരു കാണുന്നവർ വിചാരിക്കുക അർജന്റ് കാളാന്നാ. ഈ സാക്ഷി അത് കേൾക്കുക. ആർട്ടിസ്റ്റ് അയാൾ സീരിയസ് ആയിട്ട് എന്തോ സംവിധായകൻ സംസാരിക്കണമെന്നായിരിക്കും ആർട്ടിസ്റ്റ് വിചാരം. അടുത്തിരിക്കുന്ന ആൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ലല്ലോ, സാക്ഷിയല്ലേ. അത് കേൾക്കുമ്പോൾ ഉള്ളിച്ചിരിക്കും, ഈ വേഷം കെട്ടൽ ഇവിടെ വേണമെന്ന് വിചാരിക്കും. ജീവിതത്തെ ആകെ സാക്ഷിയായിട്ട് കണ്ടാലോ? ഇത് സാക്ഷി അങ്ങനെയാണോ? ഓക്കെ. ഉണ്ടാക്കിയ ആഹാരം ഇങ്ങനെയാണോ? ആണ്. ഓക്കെ. സാക്ഷിയായിട്ട് ലൈഫിനെ കാണുമ്പോൾ ഉണ്ടല്ലോ, വീട്, സ്വത്ത്, പ്രശ്നങ്ങൾ. ഇപ്പം ഞാൻ വലിയ പ്രമാണിയാണ്, എന്നെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കണു. എന്നിട്ടോ എത്ര കാലം അറിഞ്ഞൂടാ. വേലത്തെ വന്ന സെക്രട്ടറി സ്ഥാനമൊക്കെ പോകും, നാളെ ഇങ്ങടെ കൂടെ തന്നെ വരേണ്ടതാണേ. അതുകൊണ്ടാണ് ഞാൻ വലിയ ജാട കാണിക്കാത്തത്. അവർക്ക് സാക്ഷിഭാവം ആണ്. രാമായണം ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാവും. സാക്ഷിഭാവത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീരാമൻ. രാജാവായിട്ട് പട്ടാഭിഷേകമാണോ? ആയിക്കോട്ടെ, പട്ടാഭിഷേകമൊക്കെ നടക്കില്ല. അങ്ങനെയാ? ശരി, എന്നാ അയ്യോ എന്താവെന്ന് അറിയണേ, ഒരു ടെൻഷനും ഇല്ല.
അല്ലാഞ്ഞിപ്പോൾ കാട്ടിലേക്ക് പോകണം. കാട്ടിലേക്ക് പോകണം, ആൾറെഡി ഇത്ര കൊല്ലം കഴിഞ്ഞിട്ടേ വരാൻ പറ്റൂ. അനവധി സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ അതിലൊന്നായി നമ്മൾ കളിക്കുന്നത്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ ആർട്ടിസ്റ്റിനും സാക്ഷിയാവാം ഇയാളുടെ മാതിരി. എന്താ ഇപ്പം ചെയ്യണം, അത് നടക്കട്ടെ, എൻ്റെ ഡയലോഗ് പിന്നീട് പറഞ്ഞാൽ മതി. എത്ര കനത്ത ഉത്തരവാദിത്വമുള്ളവർക്കും സാക്ഷിയാവാം. പല വേഷവും കെട്ടി അവസാനം ഇപ്പം ഈ പണിയാണ് കിട്ടിയത്. ഇനിയിപ്പോൾ ആ ജോലി കിട്ടിയ വേഷം കിട്ടിയില്ലേ, അത് ചെയ്യാം. ഇതിൻ്റെ പേരാണ് സാക്ഷിഭാവം. ഇഷ്ടം പോലെ രാവിലെ വൈകുന്നേരം വരെ ജോലി ചെയ്തോളൂ, പണിയെടുത്തോളൂ, എന്താ ചെയ്തോളൂ. ചിലപ്പോൾ കോപം അഭിനയിക്കേണ്ടി വരും, അതും സാക്ഷിഭാവം. സാക്ഷിഭാവത്തിന് വേദാന്തത്തിൽ വലിയ അർത്ഥതലങ്ങളുണ്ട്. പലയിടത്തിലും കേൾക്കാം സാക്ഷി. സാക്ഷി എന്ന പേരിൽ ദേവത ഉണ്ട്, സാക്ഷി ഗോപാലൻ. അത് വലിയൊരു വിഷയമാണ്. അത് നമുക്ക് വലിയൊരു സന്ദേശമാണ് തരുന്നത്. പിന്നൊരിക്കൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.